ഹലോ, വെൽക്കം ബാക്ക് ടു നൊമാഡ് ഫാമിലി. ഇന്ന് നമ്മളുടെ 6th ഡേ ഓഫ് ഓൾ ഇന്ത്യ ട്രിപ്പാണ്. നമ്മളിപ്പോൾ ഉദയ്പൂരാണുള്ളത്. ആദ്യം നമ്മൾ സിറ്റി പാലസ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. രാജസ്ഥാനിലെ ഏറ്റവും വലിയ പാലസാണ് സിറ്റി പാലസ് ഉദയ്പൂർ. 450 വർഷം പഴക്കമുണ്ടെന്നറിയപ്പെടുന്ന പാലസാണിത്. റോയൽ ഫാമിലി താമസിച്ചിരുന്ന സ്ഥലമാണിത്. അതുപോലെ 400 വർഷം കൊണ്ട് പണിത പാലസ് എന്നുള്ള വിവരണവും ഗൂഗിളിൽ നിന്നുണ്ട്. പല പാലസുകൾ കൂടിയതാണ് ഈ സിറ്റി പാലസ്. കിങ് പാലസ്, ക്വീൻ പാലസ്, അങ്ങനെ പല പേരുകളിൽ പല പാലസുകൾ കൂടിയ ഒരു വലിയ പാലസാണ് സിറ്റി പാലസ്. പിക്കോള ലേക്കിൻ്റെ അരികിലാണ് ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ മ്യൂസിയം പോലെ അവർ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ പണ്ട് യൂസ് ചെയ്തിരുന്ന വെപ്പൺസ്, ഡ്രസ്സ്, അങ്ങനെ പല അട്രാക്ഷൻസും ഉണ്ട് അവിടെ. ഈ പാലസിൻ്റെ ആർക്കിടെക്ചറും മാർബിളും ഗ്രാനൈറ്റും കൊണ്ട് പണിത ചുമരുകളും എല്ലാം ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ചെറിയ ചെറിയ ജനാലകളും വാതിലുകളും ഒക്കെ അടങ്ങിയ ഒരു പാലസാണിത്. കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഇന്നും. അതിൻ്റെ വിൻഡോസിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന ഉദയ്പൂരിൻ്റെ സിറ്റിയാണിത്. ഇവിടെ വെച്ച് പ്രോഗ്രാംസ്, മാരേജ് ഒക്കെ നടക്കുന്നുണ്ട്. ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ നമുക്ക് ഫുഡ് അവൈലബിൾ ആണ്, ഡ്രിങ്ക്സ് അവൈലബിൾ ആണ്. ഇവിടെ ഒരു ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് അവർ ഡ്രസ്സ് തരും, രാജസ്ഥാനി ഡ്രസ്സ് തരും. നമ്മളവർ ഒരുക്കും, എന്നിട്ട് ഫോട്ടോ എടുക്കും. ആ ഫോട്ടോ എടുക്കുന്നതിന് ഒരു ഫോട്ടോയ്ക്ക് 150 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. സിറ്റി പാലസിന് അടുത്ത് തന്നെയുള്ളൊരു പാലസാണ് ലേക്ക് പാലസ്. ലേക്ക് പിക്കോളയിൽ സ്ഥിതി ചെയ്യുന്ന പാലസാണ് ലേക്ക് പാലസ്. സിറ്റി പാലസിനരികിൽ നിന്നും ക്രൂസ് ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. സിറ്റി പാലസും ലേക്ക് പാലസും ഒക്കെ കണ്ടിറങ്ങി നമ്മൾ ഈവനിങ്ങിൽ ഭാഗോർ കി ഹവേലി കാണാൻ വേണ്ടി പോയി. പ്രൊനൗൺസ് ചെയ്തത് ശരിയാണോ എന്നറിയില്ല. അത് കാണാൻ വേണ്ടി പോയി നമ്മൾ. അതൊരു മ്യൂസിയമാണ്. മ്യൂസിയം 5 o'clock ആകുമ്പോഴത്തേക്കും അടയ്ക്കും. അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ അവിടെ ഡാൻസ് ഷോകളുണ്ട്. ഡാൻസ് ഷോ 1 മണിക്കൂറിലേക്കാണ്. ഒരാൾക്ക് 150 രൂപയാണ് പേയ്മെൻറ്റ്. ആ ഷോയ്ക്കുള്ളിൽ തന്നെ രാജസ്ഥാനി ട്രഡീഷണൽ ഡാൻസുകളും അതുപോലെ പപ്പറ്റ് ഷോയും അങ്ങനെ എല്ലാം കൂടി അടങ്ങിയ ഒരു പ്രോഗ്രാമാണിത്. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. കാണികൾക്കിടയിൽ നിന്ന് അവർ ആൾക്കാരെ വിളിച്ച് ഡാൻസ് ചെയ്യിപ്പിക്കുകയും ഒക്കെയായിരുന്നു. രാജസ്ഥാനി ട്രഡീഷണൽ മ്യൂസിക്കും ഡാൻസുകളും ഒക്കെയായിരുന്നു അവിടെ.